ഒരവധിക്കാലത്ത് പൂമ്പാറ്റയെ പോലെ അവൾ പറന്നു വന്നു. മനസ്സിൽ നിറയെ സ്നേഹവും കണ്ണിൽ പുതിയ സ്വപ്നങ്ങളുമായി വളരെ ആകാംക്ഷയോടെ സ്വന്തം മുത്തശ്ശിയുടെ അരികിലേക്ക്. ജനിച്ച നാട്ടിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിൽ ഒരു പറവയെപ്പോലെ അവൾ ചിറകടിച്ച് പാറിപ്പറന്നു. പണ്ടത്തെ കഥകളിലെ പോലെ അവളും കാത്തിരുന്നു ഒരു നക്ഷത്ര കണ്ണുള്ള രാജകുമാരനെ. ഹലോ ഇച്ചായ, എവിടെയത്? എത്ര നേരമായി ഞാനിവിടെ നോക്കിയിരിക്കുന്നു. ഞാനിപ്പോ വീട്ടിലാ. അമ്മച്ചി ഇവിടെ ഇരിക്കണം കേട്ടോ. ഞാൻ പറയാം. എപ്പോഴാ വരണേന്ന് പറ. വേറെ ഒന്നും എന്നോട് പറയണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ അവൾ ആ രാജകുമാരൻ്റെ വരവും കാത്തിരുന്നു. അപ്പൊ എപ്പോഴാ നിന്റെ കല്യാണം? ഇച്ചാൻ എന്തായാലും 2 മാസം കഴിഞ്ഞേ വരൂ. അപ്പോ കല്യാണം അത് കഴിഞ്ഞേ ഉണ്ടാവും. അതെ, ചെലവിയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഒരു സദ്യയൊക്കെ തരണ്ടേ? അങ്ങനെ ലോക്കൽ സദ്യ ഒതുക്കാൻ നോക്കണ്ടട്ടാ. അതേപോലെ അപ്പൊ പിന്നെ എന്നാ ട്രീറ്റാ അല്ലടാ. നിർബന്ധാണെങ്കി നമുക്ക് എല്ലാവർക്കും നൈസായിട്ടൊരു ട്രിപ്പ് വിട്ടാലോ? ഹലോ മാഡം, ഹലോ ഹലോ, നിന്നേ നിൽക്കാനല്ലേ പറഞ്ഞേ? ഞാൻ അവിടെ നിന്ന് എത്ര വട്ടം വിളിച്ചു. രാത്രി അങ്ങോട്ട് എവിടെയാ പോകുന്നത്? വേഗം വീട്ടിൽ പോ. നിങ്ങൾ വരാൻ ഒത്തിരി വൈകിപ്പോയി. വലിഞ്ഞേറി വന്നോളൂ ഓരോ തലവേദന മനുഷ്യനെ മെനക്കെടുത്താൻ. എന്തായാലും കാണിക്കട്ടെ. താരം കാണുന്നില്ല. കാലം അവളുടെ ജീവൻ നിഷ്കരണം തട്ടിപ്പറിച്ചെടുത്തപ്പോൾ ലോകം അവളെ ഒരു ചൂടുള്ള വാർത്തയായി ആഘോഷിച്ചു. പക്ഷെ നഷ്ടപ്പെട്ടത് ചിലർക്ക് മാത്രമാണ്. അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചിരുന്ന കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഈ വേർപാട് ഒരു കാലത്തും നികത്താനാകാത്ത വലിയൊരു നഷ്ടമാണ്. ഇതുപോലെ എത്ര പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ നാം എല്ലാം അറിഞ്ഞിട്ടും നിശബ്ദത പാലിക്കുന്നു. നീതി കിട്ടാനായി കാത്തിരിക്കുന്ന ഒരു പറ്റം വേഴാമ്പലുകൾക്കായി ഞാനിത് സമർപ്പിക്കുന്നു. വേഴാമ്പൽ is my salutation to all the rape victims who faded away into oblivion.